നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ സോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 6/11/2025 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇനി കോട്ടയം ബോർഡ് വില RSS 4 കിലോ 184, RSS 5 കിലോ 180 രൂപ 50 പൈസ, ISNR 20 163 രൂപ 50 പൈസ, ലാറ്റക്സ് 60% ഡിയാസിന് 122 രൂപ 60 പൈസയാണ്. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 184, RSS 5 കിലോ 180 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിന ഗ്രേഡിന ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 171 രൂപ 50 പൈസ, ലോട്ട് കിലോ 161. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 122 രൂപ 50 പൈസ, 60% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 88 പൈസയാണ്. ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 25% ഡിയാസിയുള്ള 200 ലിറ്റർ ബാരലുള്ള 8000, 30% ഡിയാസിയുള്ള 200 ലിറ്റർ ബാരലുള്ള 9600, 35% ഡിയാസിയുള്ള 200 ലിറ്റർ ബാരലുള്ള 11200. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 176, RSS 5 കിലോ 172 രൂപ 50 പൈസ, ISNR 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% ഡിയാസിയുള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 112 രൂപയാണ്. ഇന്നത്തെ വ്യാപാരി വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. എന്തായാലും വളരെ ശുഭപ്രതീക്ഷയോടെ മിക്ക ആൾക്കാരും ടാപ്പ് ചെയ്യുകയാണ്. കവറിട്ട മരങ്ങളും ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ പാല് തീരെ കുറവായതിനാൽ വളരെ നിരാശയിലുമാണ് കർഷകരും പാട്ടത്തൊഴിലാളികളും. ഈ റബ്ബർ പാല് കുറയുന്നതനുസരിച്ച് റബ്ബർ ഷീറ്റിൻ്റെ വില കുറയുന്നതിലും കർഷകർ വളരെ നിരാശയിലാണ്. 200 കടന്നെങ്കിൽ 250 എത്തിയെങ്കിൽ മാത്രമേ കർഷകർക്ക് യഥാർത്ഥ പ്രയോജനം കിട്ടൂ. രാവിലത്തെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിന് മുകളിൽ 90 രൂപയും 1 പവൻ്റെ മുകളിൽ 720 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി 22 ക്യാരറ്റ് 1 ഗ്രാം 11135, 1 പവൻ 89,080 രൂപയാണ്. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12,148, 1 പവൻ 97,184. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9,111, 1 പവൻ 72,880. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ സ്വർണ്ണവില കുറയുന്നതിൽ സാധാരണക്കാർക്ക് ആശ്വാസമാകുമോ എന്നുള്ള ചിന്താഗതിയാണ് മിക്ക ആൾക്കാർക്കും. കമ്പോള വിലകൾ നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, പച്ചത്തേങ്ങ ചകരിയുള്ളത് 60 മുതൽ 80, കൊപ്ര എടുത്തപടി 226, കൊക്കോ 340, വെളിച്ചെണ്ണ ലിറ്ററിന് 490, കച്ചോലം ഉണങ്ങിയത് 600, ഗ്രാമ്പു 775, ഗ്രാമ്പു നാടൻ 890, കുരുമുളക് വയനാടൻ 670, കുരുമുളക് ചേട്ടൻ 660, കുരുമുളക് അൺകാർബിൾ കിലോ 682, കുരുമുളക് പുതിയത് 682, കാർബിൾ കിലോ 702, ചുക്ക് വെസ്റ്റ് 250, മഞ്ഞൾ സേലം 155, പൈനാപ്പിൾ പച്ച 26, പഴം 31, ജാതിക തൊണ്ടോടുകൂടി 280, നെല്ല് കിൻഡൽ 2300, മഞ്ഞൾ 2 ദിവസത്തെ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിലേക്ക് 28 വർഷത്തിന് ശേഷം ഒരു കേരള മുഖ്യമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം നടക്കുന്നതാണ്. ഇവിടെ പ്രവാസി മലയാളി സമൂഹത്തിൽ വലിയ പ്രതീക്ഷയും ആകാംക്ഷയും ആവേശവും ഉയർന്നിരിക്കുകയാണ്. മലയാളി സമൂഹത്തെ നേരിൽ കാണുക എന്നിവയാണ് യാത്രയുടെ മുഖ്യ ലക്ഷ്യം. വ്യാഴാഴ്ച രാവിലെ 6:30 കുവൈറ്റിലെത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൾഫ് നാടുകളിൽ സന്ദർശിക്കുന്നത് വളരെ ഒരു ആവേശമാണ് മലയാളികൾക്ക്. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നേരിട്ട് അറിയുകയും ചെയ്യാം. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.